ജയസൂര്യൻ സർ, ഇന്നത്തെ കാലത്ത് ബിസിനസ് എന്നതിന്റെ അവസാന വാക്കായി മാറുകയാണ് ഗൾഫ് മേഖല, പ്രത്യേകിച്ച് UAE. നമുക്കൊക്കെ അറിയാം. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇത്തരം സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ UAE കൂടി ഇറാൻ അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ UAE തകർക്കും എന്ന രീതിയിലൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്നൊരു തുടക്കത്തിൽ ഒരു വലിയൊരു പ്രകോപനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് അതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നതും ലോകം മുഴുവൻ കണ്ടതാണ്. പക്ഷേ ഈ യുദ്ധം വല്ലാതെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വ്യാപാര മാർഗങ്ങൾ ഇവയിലൊക്കെ ഒരു വലിയ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഈ യുദ്ധം ഏത് രീതിയിൽ ഗൾഫ് മേഖലയെ തകർക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ബാധിച്ചിരിക്കാനാണ് സാധ്യത? അതായത് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്ന ആ കടലിടുക്കിന്റെ മേൽ ഇറാന് ചെലുത്താൻ കഴിയുന്ന ആധിപത്യവും സ്വാധീനവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. യൂറോപ്പ്, അമേരിക്ക മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരേണ്ട ചരക്കുകൾ, അത് എണ്ണയാണെങ്കിലും മറ്റു ചരക്കുകളാണെങ്കിലും, ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു വേണം അറബിക്കടലിലേക്ക് എത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഈ ഹോർമൂസ് കടലിടുക്കാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു സ്വാധീന മേഖല. അവിടെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ സ്വാധീനമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാന വിഷയം, ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും എത്രമാത്രം പൊരുതിയാലും ഇറാന് വിജയം വരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാൻ നടത്തുന്ന ഒരു പ്രോക്സി യുദ്ധമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വെറുതെ കടന്നാക്രമിക്കുക. എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് സൈന്യം പലർക്കുമില്ല, ആയുധങ്ങളില്ല, വിമാനങ്ങളില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് എണ്ണ തന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് സൈന്യം തരാം, ആയുധം തരാം, ഫൈറ്റർ ജെറ്റുകൾ തരാം, ഹെലികോപ്റ്ററുകൾ തരാം, നിങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളാം. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാറാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ കടന്നാക്രമിച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ കടന്നു വരേണ്ടി വരും, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമുണ്ടാകും. ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മേൽ അധികാരപരമായിട്ടുള്ള ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് ഇളക്കം തട്ടുകയും ചെയ്യും. ഇതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ ഇറാൻ അമേരിക്കയെ പിടിച്ചു കുലുക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ചിറകിന്റെ കീഴിൽ സംരക്ഷണം തേടിയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു പരിധിയുണ്ട്. ഇത് അമേരിക്കയുടെയും ഇറാന്റെയും മാത്രം പ്രശ്നമല്ല. യൂറോപ്പിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും ഈ കാര്യത്തിൽ വളരെയേറെ വറീഡാണ്. അതിപ്പോൾ ജപ്പാൻ ആവട്ടെ, ചൈന ആവട്ടെ, ഇന്ത്യ ആവട്ടെ, അതല്ലെങ്കിൽ ശ്രീലങ്ക പോലെ, ഇന്തോനേഷ്യ, മലേഷ്യ പോലെ, അല്ലെങ്കിൽ കൊറിയ പോലെയുള്ള രാജ്യങ്ങളാവട്ടെ, അവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണ്. അതായത് കിഴക്കൻ രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിൽ നിന്ന് കിഴക്കോട്ട് കിടക്കുന്ന ഇന്ത്യ മുതൽ ജപ്പാൻ വരെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും വ്യാപാര മാർഗം തടസ്സപ്പെടുത്തിയാൽ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. കുറച്ചു കാലമൊക്കെ അത് നിങ്ങൾ പ്രശ്നം പരിഹരിക്കണം, ഒത്തുതീർപ്പാകണം, സമാധാനം വേണം എന്നൊക്കെ പറയും. എന്നിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടപെടേണ്ടി വരും. ഇത് തന്നെ യൂറോപ്പിലെ 28 രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ്, അല്ലെങ്കിൽ ജർമ്മനി അഥവാ ഇറ്റലി, ഇവരൊക്കെ തന്നെ വൻതോതിൽ വ്യാപാരം നടത്തി ജീവിക്കുന്ന രാജ്യങ്ങളാണ്, ബിസിനസ് രാജ്യങ്ങളാണ്. അവരുടെ ചരക്കുകൾ ഹോർമൂസ് കടലെടുക്കിലൂടെ ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് അവരുടെ രാജ്യത്തേക്കും, അതായത് യൂറോപ്പിലേക്കും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അന്തരീക്ഷം വന്നാൽ അവർക്കും ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന ഒരവസ്ഥയിൽ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നടങ്കം അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തന്നെ ഈ പറയുന്ന ഇറാൻ അടക്കമുള്ള രാജ്യത്തിനെതിരെ തിരിയും. അവിടെ ഇസ്രയേൽ അല്ലേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് എന്ന് ചോദിക്കാൻ കഴിയില്ല. ഇസ്രയേൽ അല്ലല്ലോ, നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാനിതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവരും നടന്നു പോകുന്ന പെരുവഴിയില്, പൊതുവഴിയില് തെമ്മാടി കൂട്ടങ്ങളായ ചിലര് മാർഗ തടസ്സം ഉണ്ടാക്കിയാൽ ആദ്യം ആൾക്കാർ ക്ഷമിക്കും. നിങ്ങളുടെ അടിയും വഴക്കും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോട്ടെ എന്ന് വെച്ച് വേണേ കാത്തു നിൽക്കും. പക്ഷേ എത്ര നാൾ ഇങ്ങനെ കാത്തു നിൽക്കാൻ പറ്റും? കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ക്ഷമ നശിക്കും. അവരുടെ കൈവശമുള്ള അധികാരം ഉപയോഗിച്ച് പോലീസിനെയോ പട്ടാളത്തിനെയോ വിളിച്ച് അവർ ആ വഴി നിരപ്പാക്കി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇതാണ് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ആ മേഖലയിൽ സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് ഗൾഫിലുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്. ഇത് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. കാരണം
ഹോർമൂസ് കടലെടുക്കുക എന്ന് പറയുന്ന പൊതുവഴി അടയ്ക്കാൻ ഈ പറയുന്ന തെമ്മാടി രാജ്യങ്ങൾക്ക് സാധ്യമല്ല. അക്കാര്യത്തിൽ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് ചിന്തിക്കൂ. ഇതാരും പറയാത്തൊരു വിഷയം. മതമാണല്ലോ. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അമേരിക്കയെ നമുക്ക് കുറ്റപ്പെടുത്താം എങ്കിൽ പോലും അടിസ്ഥാനപരമായ കാരണം അമേരിക്കയുടെ ഇടപെടലല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് യഹൂദന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരൊറ്റ വിഷയമാണ്. എന്നാൽ യഹൂദന്മാര് തിരിച്ചുമാണ്. ഇപ്പൊ നമ്മൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എടുത്തു നോക്കൂ. അവിടെ യഹൂദന്മാർ മാത്രമല്ല, അവിടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. അല്ലാതെ ഇറാൻ പോലെ ഇറാഖ് പോലെ മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യമല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ച് 4811 ദിവസം നിന്നെ ഞാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കളയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം ഭരിക്കുന്ന ഇറാൻ, ആ ഇറാനെ വാഴ്ത്തിപ്പാടുന്ന ലോകത്തുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള സംഘടനകൾ, ഇവരൊക്കെ തന്നെ ഈ ക്രൈസിസിന് കാരണക്കാരാണ്. അതുകൊണ്ട് മതഭീകരതയുടെ ഈ ഭയപ്പെടുത്തലിന് വഴങ്ങി വിധേയരായി നിൽക്കാൻ ലോകരാജ്യങ്ങളെ കിട്ടില്ല എന്നുള്ളതാണ് സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം. അതോടുകൂടി ഗൾഫ് മേഖല ഈ ഇറാനും ഇറാഖിനും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിനും വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ലോകത്തിന്റെ പൊതുവഴിയായിട്ട് പുനഃസ്ഥാപിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം അമേരിക്കയും യൂറോപ്പും ഏഷ്യയും അവിടുത്തെ രാജ്യങ്ങൾ സംയുക്തമായി ചോദിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അന്ന് ഈ വിഷയം തീരും. ചുരുക്കി പറഞ്ഞാൽ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഇസ്ലാമിക ശക്തികൾ അവിടെ കിടന്ന് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവന്മാരെ മൊത്തം അങ്ങ് തുടച്ചു നീക്കിയേക്കാം എന്ന് നോക്കിയാൽ തുടച്ചു നീക്കാനുള്ളതേ ഉള്ളൂ ഇറാനും ഇറാഖും ഒക്കെ. ഇറാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ഒപ്പമുള്ള ജനസംഖ്യയേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഈ പറയുന്ന വെടിക്കോപ്പോ ആയുധമൊന്നും ഇല്ല. അവരുടെ സകല യുദ്ധക്കപ്പലുകളും അമേരിക്ക ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ ഉള്ളത്? പഴഞ്ചൻ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കാവുന്ന കുറെ റോക്കറ്റുകൾ. ഈ റോക്കറ്റ് ഇട്ട് തീർന്നു കഴിഞ്ഞാൽ ഇറാൻ ശൂന്യമായി. അതുകൊണ്ട് ഏറെ കളിച്ചാൽ ഇറാനും ഉണ്ടാവില്ല, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവില്ല. ഇവരെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്ക് സുഗമമാക്കി കൊണ്ടുപോകാൻ ലോകം ഒന്നിച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയായിരിക്കും നാളെ കാണേണ്ടി വരുന്നത്. സർ, ഗൾഫ് മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രധാന വ്യാപാര മാർഗം അടയും എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവർ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവാസികളെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നതാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ 1 കോടിയോളം ഇന്ത്യക്കാരാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഇന്ത്യയിലെ ആകെ പ്രവാസികൾ, ഗൾഫിലുള്ള ആകെ പ്രവാസികളുടെ എണ്ണം എടുത്താൽ അതിൽ 60% പേരും മലയാളികളാണ്. അപ്പോൾ മലയാളിയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ മലയാളിയുടെ മൈൻഡ് സെറ്റ് നോക്കൂ. മലയാളി ഇപ്പോഴും ഇറാനെതിരെ ആക്രോശിച്ച കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റിന്റെ അടിപ്പെട്ട് യാഥാർത്ഥ്യങ്ങളെ കാണാൻ കഴിവില്ലാത്തവരായി മലയാളി മാറുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളി സ്വന്തം ശവക്കുഴി തോണ്ടുന്ന നിലപാടിലാണ് നിൽക്കുന്നത്. ഇത് ശരിയായ സമീപനമല്ല. അതുകൊണ്ട് മലയാളി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. മലയാളിക്ക് ശമ്പളം കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്ന ഇറാനെതിരെ എന്തുകൊണ്ട് മലയാളിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല? ഞാനിപ്പോ ഇറാനെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ടല്ല. നമ്മുടെ താല്പര്യം ഇറാനെ രക്ഷിക്കുക അല്ലെങ്കിൽ ഗൾഫിനെ രക്ഷിക്കുക എന്നുള്ളതല്ല. ഇന്ത്യയെ രക്ഷിക്കുക, കേരളത്തെ രക്ഷിക്കുക, മലയാളിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മലയാളിയുടെ താല്പര്യത്തിന് വേണ്ടി മലയാളി നിൽക്കാത്തിടത്തോളം കാലം മലയാളിക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്ത് നടക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് കണ്ണു തുറന്ന് കാണാൻ മലയാളി തയ്യാറാവാത്തിടത്തോളം കാലം മലയാളിയുടെ ദുരിതം തുടരാനാണ് സാധ്യത. അതുകൊണ്ട് മലയാളി ദുരിതത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കണ്ണു തുറന്ന് വസ്തുതകളെ കാണുകയും വല്ലവരും വെച്ചു കൊടുത്തിരിക്കുന്ന കണ്ണാടിയിൽ കൂടി മാത്രം കാണുന്ന പതിവ് ശീലം അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത്, സാമ്പത്തികമായി തിരിച്ചടി കിട്ടാൻ പോകുന്നത് മലയാളിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ആര് തന്നെയാണെങ്കിലും അവർക്കൊക്കെ പിന്തുണ കൊടുക്കേണ്ട ചുമതല നമുക്കാണ് ഉള്ളത്. എന്തായാലും ഈ രീതിയിൽ ഗൾഫ് മേഖലയെ തകർക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ നമുക്ക് തന്നെയുണ്ട്.
പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് പലരും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെയാണ്. ഗൾഫ് രാജ്യത്തിന്റെ വ്യാപാര മേഖലയെ ഉൾപ്പെടെ ഈ യുദ്ധം ബാധിച്ചു കഴിഞ്ഞു എന്ന സത്യം മനസ്സിലാക്കുന്നില്ല. പ്രവാസി പണം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്നുകൂടി കേരളത്തിനെ കുറിച്ച് പലരും പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും ആ രീതിയിൽ പ്രവാസികളോട് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോട് ഒരു കൂറ് പുലർത്താൻ കേരളത്തിന് ഈ വിഷയത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.